നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടൂളാണ്. അതായത് ഈ ടെക്നിക്കൽ SEOൻ്റെ കണ്ടിന്യൂഷൻ അല്ല, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂള്. കാരണം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 2-3 ടോപ്പിക്കിന് ഈ ടൂൾ ഇല്ലാതെ നമുക്ക് സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ടൂളിൻ്റെ പേര് ഗൂഗിൾ ടാഗ് മാനേജറാണ്. എന്താണ് ഗൂഗിൾ ടാഗ് മാനേജർ? ഇതെന്തിനാണ് ഈ ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു ക്ലയൻറ്റിൻ്റെ വെബ്സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇതേപോലെ തന്നെ വേർഡ് പ്രസിൻ്റെ ലോഗിനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് എൻഡോ ഒന്നും നിങ്ങൾക്ക് തരത്തില്ല. ഒരു ഫ്രഷറായ രീതിയിൽ, ഓക്കെ, ഈവൻ ഒരു 1 year 2 year എക്സ്പീരിയൻസ് ആയാലും നമുക്ക് നിങ്ങളുടെ കമ്പനിയിൽ ഒരു ഡെവലപ്പർ ഉണ്ടാവും, ഇതിൻ്റെ ലോഗിനും കാര്യങ്ങളും ഉള്ളൊരു ഡെവലപ്പർ ഉണ്ടാവും. ആ ഡെവലപ്പറിൻ്റെ കയ്യിലായിരിക്കും ഇതിൻ്റെ ഉള്ളിലോട്ടില്ല കയറുന്ന കാര്യങ്ങൾ, യൂസർ നെയിമും പാസ്വേഡൊക്കെ. അപ്പോൾ നമുക്ക് നമ്മളെ വെബ്സൈറ്റിൽ എന്തെങ്കിലും ടൂളുകൾ എന്തെങ്കിലും ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി എന്ന് പറയുന്നൊരു ടൂളുണ്ട്. ആ ടൂളിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിലോട്ട് എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതെന്നുള്ള ലൊക്കേഷൻ അറിയാൻ പറ്റും, അവരുടെ സ്ക്രീൻ റെക്കോർഡിങ് കിട്ടും, ആ സൈറ്റിൽ എന്തൊക്കെ ഇവർ ചെയ്യുന്നു എന്നുള്ള സ്ക്രീൻ റെക്കോർഡിങ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു യൂസർ വെബ്സൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി എന്ന് പറയുന്ന ആ ടൂളിൻ്റെ ഒരു കോഡ് കൊണ്ടുപോയി സൈറ്റിൽ കൊണ്ടുവരണം, എന്നാൽ മാത്രമാണ് ഇത് ലിങ്ക് ആവുക. അപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല ടൂളുകളുടെ കോഡൊക്കെ സൈറ്റിൽ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഈ ഡെവലപ്പറെ പോയി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും. ഇതിങ്ങനെ കൊണ്ടുപോയിടുമോ, ഇതൊന്ന് കൊണ്ടുപോയിടുമോ. നമുക്കാണെങ്കിൽ കുറേ ആവശ്യങ്ങളുണ്ടാവും. അനി നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ റീമാർക്കറ്റിങ്ങിൻ്റെ കോഡ് ഇങ്ങനെയൊക്കെ പറയുന്ന പല രീതിയിലുള്ള സംഭവങ്ങൾ ഈ സൈറ്റിൽ എപ്പോഴും ഇങ്ങനെ കൊണ്ടുപോയിടേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ ഡെവലപ്പറിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. അതിൻ്റെ നടുവിൽ ഈ ഡെവലപ്പറിൻ്റെയും ഒരു ഡിജിറ്റൽ മാർക്കറ്റിൻ്റെയും സെൻട്രലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടൂളാണ് ഗൂഗിൾ ടാഗ് മാനേജർ. അപ്പോൾ ഈ ഗൂഗിൾ ടാഗ് മാനേജറും വെബ്സൈറ്റും തമ്മിലൊന്ന് ലിങ്കായി കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ ഡെവലപ്പറിനോട് പറയാം, ഈ ഗൂഗിൾ ടാഗ് മാനേജറിൻ്റെ കോഡ് ഉണ്ട്, ഇതൊന്ന് ലിങ്കാക്കി തരുമോ, ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ഓക്കെ, ഇത് രണ്ടും ലിങ്കായി കഴിഞ്ഞാൽ, ഗൂഗിൾ ടാഗ് മാനേജറും വെബ്സൈറ്റും തമ്മിൽ ലിങ്കായി കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾക്ക് എന്ത് കോഡും എന്ത് ടൂള് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടാഗ് മാനേജറിൽ ഭയങ്കര എളുപ്പത്തിൽ, ഇപ്പോൾ ഒരു ബോക്സിൽ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഒരു ബോക്സിൽ ഇട്ടാൽ മതി. അതായത് സൈറ്റിൻ്റെ കോഡിലൊന്നും കൊണ്ടുപോയി കളിക്കണ്ട. ഈ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഈ എല്ലാതും കൊണ്ടുപോയി സൈറ്റിൻ്റെ കോഡിലിടും. സൈറ്റിൻ്റെ കോഡ് നോക്കുന്ന സമയത്ത് ഒരു ബഞ്ച് ഓഫ് കോഡ്സ് ഉണ്ടാവും, ഒരു ലോഡ് കോഡുകളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനൊക്കെ ഈ ഗൂഗിൾ ടാഗ് മാനേജർ സഹായിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജറും വെബ്സൈറ്റും തമ്മിൽ ലിങ്ക് ആക്കും. ഡെവലപ്പർ ചെയ്തു തരും നിങ്ങളുടെ കമ്പനിയിൽ. ഒരു കോഡ് ഉണ്ട്, ആ കോഡ് എടുത്തു കൊടുത്താൽ മതി. ഏത് ടൂളാണോ ലിങ്ക് ചെയ്യുന്നത് ആ ടൂളിൻ്റെ ഉള്ളിൽ നിന്നാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു കോഡ് കിട്ടുക. അപ്പോൾ ഗൂഗിൾ ടാഗ് മാനേജറാണ് ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൂഗിൾ ടാഗ് മാനേജറിൻ്റെ ഉള്ളിൽ നിന്നാണ് കോഡ് കിട്ടുക. മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റിയാണ് ലിങ്ക് ചെയ്യുന്നത്, മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് കോഡ് കിട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്ന ആ ഒരു ടൂള് നിങ്ങളുടെ വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോവുകയാണ്. ഇന്നിത് ലിങ്കാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് കോഡ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സൈറ്റിൻ്റെ കോഡിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ടാഗ് മാനേജറിൽ ഭയങ്കര എളുപ്പത്തിൽ കൊണ്ടുവരും. അപ്പോൾ ഇന്ന് നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജറും നിങ്ങൾ വേർഡ്പ്രസ് വെബ്സൈറ്റും തമ്മിൽ ലിങ്ക് ആക്കാൻ പോവുകയാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം, ആ ടൂളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതിൻ്റെ ലോഗിനും അല്ലെങ്കിൽ ഇതിന് കോഡോ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ ലിങ്ക് ചെയ്യാൻ പോകുന്ന ടൂളിൻ്റെ പേരെന്താ? ഗൂഗിൾ ടാഗ് മാനേജർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗൂഗിളിൽ ജസ്റ്റ് ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് സെർച്ച് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് വരുന്ന മെറ്റാ ടൈറ്റിൽ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് നോക്കുക, ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയാൽ മതി, ഞാൻ അയച്ചുതരാം. നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ, ഇതിപ്പോൾ എൻ്റെ ഇതിന് അണ്ടറിൽ വരുന്ന പല വെബ്സൈറ്റുകളുടെയും അടിയിലാണ് ഇത് വരുന്നത്. ഇത് ഓരോരോ കമ്പനീൻ്റെയാണ് ഇത് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇവിടെ ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആയിരിക്കും. ഈ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് അക്കൗണ്ട് എന്ത് ചെയ്തു, നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അക്കൗണ്ട് നെയിമിൻ്റെ അവിടെ നിങ്ങൾ വെബ്സൈറ്റിൻ്റെ നെയിം കൊടുക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റിൻ്റെ നെയിം കൊടുക്കും. ദെൻ കൺട്രി, നമ്മൾ ഏത് കൺട്രി ആണോ ഇപ്പോൾ നിലവിലുള്ളത്, ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ കൊടുക്കും. ഓക്കെ, ദെൻ കണ്ടെയ്നർ സെറ്റപ്പിൻ്റെ അവിടെ ഫുൾ ലിങ്ക് ഒന്നും വേണ്ട, www. നിങ്ങളുടെ വെബ്സൈറ്റ് എന്താണോ അത് കൊടുക്കുക. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ OKIP.com എന്നാണ്. അപ്പോൾ .com നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക.
ഇനി നിങ്ങളുടെ വെബ്സൈറ്റ് ആണോ iOS ആപ്പാണോ ആൻഡ്രോയിഡ് ആപ്പാണോ വെബ്സൈറ്റ് അല്ലേ, സോ വെബ് സെലക്ട് ചെയ്തു, ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, ക്രിയേറ്റ് കൊടുത്തു. ദെൻ താഴെ ഐ ആൾസോ അക്സെപ്റ്റ് ദ ഡാറ്റ പ്രോസസ്സിംഗ് ടേംസ് ആസ് റിക്വയർഡ് ബൈ GDPR എന്നുണ്ടാവും. ഇത് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന എസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇങ്ങനെ ഈ കോഡ് നിങ്ങൾ ഡെവലപ്പറിൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. പക്ഷെ നമ്മളിപ്പോൾ ഡെവലപ്പർ നിങ്ങൾ തന്നെയാണ്, നിങ്ങളെ വെബ്സൈറ്റിൻ്റെ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇത് കറക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. ഓരോ കോഡ് എന്ത് ചെയ്യാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഹെഡും ഉണ്ട് ബോഡി ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ എന്ത് ചെയ്യുന്നു, ഹെഡ് ഈ കോഡ് കൊണ്ടുപോയി ഈ രണ്ട് ഡെവലപ്പറിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്ക്രീൻഷോട്ട് കൊടുത്താൽ മനസ്സിലാവും ഇതെവിടെയാണ് കൊണ്ടുപോയിടേണ്ടതെന്ന് ഡെവലപ്പറിന് മനസ്സിലാവും. നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോകും, നിങ്ങളിത് ചെയ്യണം സ്വന്തമായിട്ട്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് പേസ്റ്റ് ദിസ് കോഡ് ആസ് ഹൈ ഇൻ ദ ഹെഡ് ഓഫ് ദി പേജ് അല്ലേ, ഹെഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹെഡിൻ്റെ ഒപ്പം സ്ലാഷോ എന്തെങ്കിലും ഉണ്ടോ, അല്ലല്ലോ. അതായത് നമ്മൾ കോഡ് എടുക്കുന്ന സമയത്ത് രണ്ട് ഹെഡ് ഉണ്ടാവും. ഒരു ഹെഡ് ഓപ്പണിങ്ങും ഒരു ഹെഡ് ക്ലോസിങ്ങും ഉണ്ടാവുക. ക്ലോസിങ് ആണെങ്കിൽ ഇതിനോടൊപ്പം സ്ലാഷ് ഉണ്ടാവും, ഹെഡിൻ്റെ ഒപ്പം എന്തുണ്ടാവും, ഒരു സ്ലാഷ് ഉണ്ടാവും. അതേപോലെ ബോഡി ഉണ്ടോ, ബോഡി ഇത് ഓപ്പണിംഗ് ആണ്, ബോഡീൻ്റെ ക്ലോസിലും എന്തുണ്ടാവും, സ്ലാഷ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കോഡ് നോക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവരുത്, രണ്ട് ഹെഡ് ഉണ്ടാവും. സ്ലാഷ് ഉള്ള ഹെഡിൻ്റെ താഴെ അല്ല അത് കൊണ്ടുവരേണ്ടത്, ഒന്നുമില്ലാത്ത ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഹെഡിൻ്റെ താഴെയും ബോഡീൻ്റെ താഴെയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ കോഡ് എവിടെ കിട്ടും, വേർഡ്പ്രസ് വെബ്സൈറ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡാഷ്ബോർഡ് എടുത്തു. തീമിൻ്റെ എല്ലാ പരിപാടിയും എവിടെ ഉണ്ടാവുക, എവിടെ ഉണ്ടാവുക, അപ്പിയറൻസിനുള്ളിൽ ഉണ്ടാവും. അപ്പിയറൻസിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ തീം ഫയൽ എഡിറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പിയറൻസിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവും തീം ഫയൽ എഡിറ്റർ. തീം ഫയൽ എഡിറ്ററിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ തീം ഫയൽ എഡിറ്ററിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇതെന്താണ്, style.css എന്ന് പറയുന്ന ഫയലാണ്. ഓക്കെ, നമുക്ക് വേണ്ടത് തീം ഫയൽസ് എന്ന് പറയുന്ന വലത്തേ ഭാഗത്ത് കാണുന്ന അവിടെ header.php എന്ന് പറയുന്നൊരു ഫയൽ ഉണ്ടാവും. എന്തുണ്ടാവും, header.php എടുത്തു. ഇനി നിങ്ങൾ തപ്പേണ്ടത് ഈ ഹെഡാണ്, ഹെഡ് എവിടെയാണെന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇങ്ങനെ കോഡ് നോക്കുക. ഇവിടെ അങ്ങനെ നമ്പർ ഉണ്ട് അല്ലേ. മിക്കവാറും നിങ്ങളുടെ എല്ലാവരുടെയും 20ാമത്തെ ലൈനിലായിരിക്കാം ഈ ഹെഡ് ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഹെഡ് എന്ത് ചെയ്യുക, എടുക്കുക. ഓക്കെ, വേറെ ലൈനിലാവും ഹെഡ് ഉണ്ടാവുക. നിങ്ങൾ നോക്കുക 20ാമത്തെ ലൈനാണോ ഹെഡ് എന്നുള്ളത്. ഹെഡ് ഇതാണ്, ഈ 20ാമത്തെ ലൈനിൽ ഹെഡ് ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 33ാമത്തെ ലൈനിലും ഹെഡ് ഉണ്ട്. ഈ ഹെഡിൻ്റെ എന്താ പ്രത്യേകത, ക്ലോസ് ആണ്, ഇവിടെ സ്ലാഷ് ഉണ്ട്. എവിടെയാണ് ഇടേണ്ടത്, അല്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഹെഡിൻ്റെ അവസാനം കൊണ്ടുപോയി ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തി കഴിഞ്ഞാൽ 21ാമത്തെ ലൈനിൽ 1ാമത്തെ കോഡ് എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ഡെവലപ്പർ ചെയ്തു തരും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത കോഡ് എവിടെ കൊണ്ടുവരേണ്ടത്, ഓപ്പണിംഗ് ദ ബോഡി അല്ലേ. അപ്പോൾ രണ്ടാമത്തെ കോഡ് കോപ്പി ചെയ്തു, ഇങ്ങോട്ട് വന്നു, ബോഡീനെ തപ്പുക. മിക്കവാറും നിങ്ങളുടെ 41ാമത്തെ 42ാമത്തെ ലൈനിൽ ബോഡി ഉണ്ടാവും. 42ാമത്തെ ലൈനിൽ മിക്കവാറും ബോഡി ഉണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കട്ടെ, നമ്മളതിൻ്റെ ചെറിയ ചേഞ്ച് ഉണ്ടെങ്കിൽ മാറും. ഈ ബോഡി BODY കഴിഞ്ഞിട്ട് ക്ലോസ് ഉണ്ടോ, അല്ലല്ലോ. അതെവിടെ ഉള്ളത്, ഇവിടെ അല്ലേ, പച്ച ബ്രാക്കറ്റ് ഇവിടെ ഉണ്ട് ലാസ്റ്റ്. ഇവിടെ ക്ലിക്ക് ചെയ്തു, ആ ലൈനിൻ്റെ ലാസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അമർത്തി. എന്നിട്ട് എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. എന്നിട്ട് അപ്ഡേറ്റ് ഫയൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്തു. ഇനി വീണ്ടും ടാഗ് മാനേജറിലോട്ട് വരിക. ഓക്കെ, ഗൂഗിൾ ടാഗ് മാനേജറിലോട്ട് വരിക. ഇതൊക്കെ ക്ലോസ് ചെയ്യാം. നമ്മൾ എന്ത് ടാഗ് ചെയ്താലും ഗൂഗിൾ ടാഗ് മാനേജറിൽ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ചെയ്യണം. ഇനി നമ്മൾ ഭാവിയിൽ പല ടൂളുകൾ ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഈ കോഡും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യമാണ്. പ്രിവ്യൂ ചെക്ക് ചെയ്യുക, ഓക്കെ, കണക്റ്റഡ് ആവുന്നുണ്ടോയെന്ന്. ദെൻ അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കണം, പ്രിവ്യൂ സബ്മിറ്റ്. ഇപ്പം ഞാൻ ഗൂഗിൾ ടാഗ് മാനേജർ ഇറ്റ്സെൽഫാണ് ചെയ്തതെന്നുണ്ടെങ്കിലും ഞാനൊന്ന് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യണം. ഇത് റെഡി ആയിട്ടുണ്ടോ, കണക്റ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രിവ്യൂ ക്ലിക്ക് ചെയ്തു. അപ്പം നോക്കിയറിയാം പുതിയൊരു ടാബ് വന്നു അല്ലേ. ഇവിടുന്നല്ല ഞാൻ ക്ലിക്ക് ചെയ്ത് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയൊരു ടാബ് വന്നു. ഇവിടെ എന്ത് വന്നു, വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്തു, കോപ്പി ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക, കണക്റ്റ് ക്ലിക്ക് ചെയ്യുക.
കണക്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണക്റ്റിംഗ് ദിസ് വിൻഡോ എന്നുണ്ട് വീണ്ടും ഒരു ടാബ് ഓപ്പൺ ആയി, 3 ടാബ് ഓപ്പൺ ആയി. ഇത് ഇവിടുന്ന് ഇത് അല്ലെ, ഇവിടെ കണ്ടോ ടാഗ് അസിസ്റ്റന്റ് കണക്റ്റഡ് എന്നാണ്. ഇപ്പം ഈ സംഭവം എന്തായി, വർക്കിംഗ് ആണ്, ഇത് കണക്റ്റഡ് ആണ്, ചെക്ക് ചെയ്യാണ്. ദെൻ വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ കണക്റ്റഡ് ഉണ്ടാവും, 3 ടാബ് ഓപ്പൺ ആയി അല്ലേ, 1 2 3. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് പോപ്പപ്പ് ആയിട്ടാവും ലോഡായി ഉണ്ടാവുക. അപ്പോൾ എവിടുന്നാണോ നിങ്ങൾ പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് ആ ടാബ് തന്നെ വന്നിട്ട് അടുത്ത പ്രോസസ്സ് എന്താ, സബ്മിറ്റ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഈ ഫിനിഷ് ഒന്നും ക്ലിക്ക് ചെയ്യണ്ട, അപ്പോൾ അത് കണക്ഷൻ ലോസ്റ്റ് ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഈ ടാബിലോട്ട് തന്നെ വന്നിട്ട് ആദ്യത്തെ ടാബിനെ വന്ന് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് വെർഷൻ നെയിം ചോദിക്കുന്നുണ്ട്. വെർഷൻ നെയിം തൽക്കാലം നിങ്ങൾ എന്താണ്, ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി ആണ് ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ചെയ്തെന്താ, ഗൂഗിൾ ടാഗ് മാനേജർ ഇറ്റ്സെൽഫ് അല്ലേ ചെയ്തത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തത്, GTM എന്നോ അല്ലെങ്കിൽ ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് തന്നെ എന്ത് ചെയ്യുക കൊടുക്കുക. എന്നിട്ട് പബ്ലിഷ് ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റും ഗൂഗിൾ ടാഗ് മാനേജറും നമ്മൾ എന്ത് ചെയ്തു, ലിങ്കായി. ഇനി നമ്മൾ ടാഗ് മാനേജറിൻ്റെ ഉള്ളിലത്തെ ഓരോ കാര്യങ്ങൾ പഠിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു വേറെ ഏതെങ്കിലും ടൂളൊക്കെ ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ടാക്സ് പോയിട്ട് ന്യൂവിൽ പോയിട്ട് അങ്ങനെയൊക്കെ വേറെ പരിപാടിയാണ് ചെയ്യുക. അത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും ഇനി സ്കീം പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കോഡ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ഇതൊക്കെ എന്ത് ചെയ്യുക, നമുക്കിത് യൂസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നോക്കിയത് ഗൂഗിൾ ടാഗ് മാനേജറും വെബ്സൈറ്റും എങ്ങനെ ലിങ്ക് ചെയ്യാന്നുള്ളത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആ കോഡ് എടുത്ത് വെക്കുന്ന ഭാഗമല്ലേ, അതുവരെ നിങ്ങളെ പണിയുള്ളൂ. ആ കോഡ് നിങ്ങൾക്ക് ഡെവലപ്പറിന് കൊടുത്തു കഴിഞ്ഞാൽ ഡെവലപ്പർ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങളുടെ കയ്യിൽ ലോഗിനും കാര്യങ്ങളും ഇല്ലതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഓക്കെ.